ഈ തന്തയ്ക്ക് വിളി കേൾക്കുക, തള്ളയ്ക്ക് വിളി കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഓരോരുത്തരും അവരവരുടെ നിലവാരത്തിൽ വന്ന് അങ്ങനെ പറഞ്ഞും ചോദിച്ചും ഒക്കെ വാങ്ങാറുണ്ട്. ഈ തനിയെ വന്ന് ഏതവനെങ്കിലുമൊക്കെ അതിൻ്റെ അടിയിൽ വന്ന് പറഞ്ഞിട്ട് പോകുന്നതിനെ അവൻ്റെ മാതാപിതാക്കളോടുള്ള ഒരു സമീപനമായി നമ്മൾ കണ്ടാൽ മതിയാവും. എന്നാൽ ചിലർ കൊണ്ടുവന്ന് തലയിട്ട് കൊടുത്ത് ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. അത് പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഒന്നാമനായി സുപ്രീം കോടതി വരെ കയറിയിട്ട് ഇറങ്ങി വന്ന TP സെൻകുമാർ എന്ന് പറയുന്ന ആ സവിശേഷമായ ഒരു വസ്തു ഇങ്ങനെയൊക്കെ ഇരന്ന് കാണുമ്പോൾ ആ ഇരന്ന് വാങ്ങലിന് ഒരു പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു തലയിലെഴുത്താണ്. എത്രയോ വർഷങ്ങളായി കാണും വായിക്ക് രുചിയായിട്ട് ഇതുപോലൊരു തന്തയ്ക്ക് വിളി ചോദിച്ചു ഒന്ന് വാങ്ങുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. സർവീസിൽ കയറി ഒരു പോലീസുകാരനാവുന്നത് മുതൽ നമ്മൾ മനുഷ്യർ ബഹുമാനിക്കുന്നതാണ്. ആ യൂണിഫോമിനെ ഭയപ്പെടുന്നതാണ്. അതിൻ്റെ എല്ലാ സർവാധികാരങ്ങളും ഉണ്ടെന്ന് സ്വയം കൽപ്പിച്ചും നേടിയുമൊക്കെ പോകുന്നതാണ്. ഒരു IPS എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആ ഡിഗ്രിക്ക് പുറമേ അയാളിൽ ആന്തരികമായി രൂപപ്പെടുന്ന ഒരു ഭാവമുണ്ട്. ആ ആന്തരികമായി രൂപപ്പെടുന്ന ഭാവത്തിൽ ഞാനൊരു യോഗ്യനാണെന്നും ഒരു സ്വയം നിലവാരമുള്ള ആളാണെന്നും അതിനനുസരിച്ച് വേണം എൻ്റെ വാക്കും പ്രവൃത്തിയുമൊക്കെ ഉണ്ടാകാനെന്നും ഞാൻ ഏത് പാർട്ടിയും ഏത് പ്രത്യയശാസ്ത്രവും തിരഞ്ഞെടുക്കുമ്പോഴും ഞാൻ പറയുന്നത് ആശയങ്ങളാകണമെന്നും വായിലൂടെ കാഷ്ടിക്കരുതെന്നും ഒക്കെ ഒരു ചിന്ത വേണ്ടേ? അങ്ങനെ ചിന്തയില്ലാതായി പോയാൽ ഇതുപോലെ ചിന്തിപ്പിക്കാൻ ഉതകുന്ന സംഗതികൾ കിട്ടുന്നത് സ്വാഭാവികമാണ്. കിട്ടിക്കഴിഞ്ഞ് ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സംഗതി മുണ്ടക്കയം സന്തോഷാണ് പണി പറ്റിച്ചത്. ഈ സന്തോഷ് മുണ്ടക്കയം എന്ന് പറയുന്ന ആൾ ഈ TP സെൻകുമാറിൻ്റെ പുള്ളി ഒരു മൈക്കും ഒരു സംഗതി അങ്ങോട്ട് എടുത്തു വെച്ച് ശ്രീനാരായണ ഗുരുദേവനെ തൻ്റെ വിദ്വേഷത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുക, മതവിശ്വാസങ്ങളെ മനുഷ്യരെ ഒക്കെ ഭിന്നിപ്പിക്കുക, ഒട്ടും നീതീകരിക്കാനാവാത്ത, നമ്മൾ സാധാരണ പറയില്ലേ തൊട്ടിച്ചാടികൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ ചിലരെ, ബക്കറ്റ് ജമ്പേഴ്സ് എന്ന്, അവരെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ട് വ്യാഖ്യാനിക്കുക. ഞാൻ 1-2 തവണ അദ്ദേഹത്തിന് മറുപടി പറയാൻ നിന്നപ്പോൾ അല്പം ബോധമുള്ള വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിട്ടേക്ക്, നിങ്ങളുടെ ഒരു നിലവാരമല്ല പുള്ളി എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ബോധമുണ്ടായി ഞാനങ്ങ് പിൻവാങ്ങാമെന്ന് വിചാരിച്ചത്. ഏതായാലും പുള്ളി അത് പല രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ തുടരുകയാണ്, പല അർത്ഥത്തിൽ. എല്ലാത്തിനും പുള്ളിയുടെ ഒരു പോലീസ് ന്യായമൊക്കെ പറഞ്ഞ് വേറും പന്ന വിദ്വേഷം. ലോകത്താരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറച്ച് ക്രൈസ്തവ മതവിശ്വാസികൾ ഹിന്ദു മതത്തിലേക്ക് മാറുന്നു എന്നും പറഞ്ഞൊരു പരിപാടി വെച്ചപ്പോൾ BJPക്കാർ പോലും പോയില്ല, ഒരുമാതിരി മേൽവിലാസമുള്ളവരാരും പോയില്ല. കൃഷ്ണരാജ് വക്കീലിൻ്റെ കൂടെ പോയി ചെന്ന് നിൽക്കാൻ ഒരു നാണവുമില്ലാത്ത രീതിയിലേക്ക് തരം താഴ്ന്നു പോവുക എന്നൊക്കെ പറയുന്നത് ഒരു സംസ്ഥാന പോലീസ് മേലധികാരി എന്നൊക്കെ പറയുന്ന ആളിന് എത്ര ചേർന്നതാണ്. സന്തോഷ് മുണ്ടക്കയം വന്നിട്ട് ചോദിച്ചു, നീ സത്യത്തിൽ പൊട്ടനാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ? അതിൽ നീ എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ അല്പം ബഹുമാനം കുറഞ്ഞു പോയത് എന്ന് പറയാവുന്നത്. ബാക്കി പൊട്ടനാണോ പൊട്ടനായി അഭിനയിക്കുന്നതാണോ എന്ന് ചോദിച്ചതിന് യാതൊരു സംശയമില്ല. ഈ സെൻകുമാറിനെ കുറിച്ച് അങ്ങനെ തോന്നാറുണ്ട്. കാരണം സെൻകുമാറിന് ആ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാനസിക നില തകരാറിലായി കിളി പോയി നിൽക്കുന്ന ആളാണ്. ആ കിളി പോയി നിൽക്കുന്ന ആളിനോടാണ് ഈ ചോദ്യം ചോദിച്ചത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുൻ DGP പ്രതികരിച്ച എന്താണെന്നറിയാമോ? നിൻ്റെ തന്തപ്പൊട്ടൻ. എന്തോ ഒരു നിലവാരമെന്ന് നോക്കിയേ. മുൻ ജന്മത്തിൽ കാളയായോ കഴുതയായോ ഒക്കെ ഉണ്ടായിരുന്ന ആത്മാവ് ഇങ്ങനെയൊക്കെ നിക്ഷേപിച്ചാൽ ഉണ്ടാകുന്ന ഒരു സംഗതിയുടെ ഒരു ദുരന്തം നോക്കിയേ, നിൻ്റെ തന്തപ്പൊട്ടൻ എന്ന്. സാധാരണ ഒരു നിലവാരമുള്ളവരാണെങ്കിൽ എന്തു ചെയ്യും? അങ്ങ് അവഗണിക്കും. കാരണം പുള്ളിയുടെ തന്തയ്ക്കൊന്നും പറഞ്ഞില്ല, പൊട്ടനാണോ അല്ലയോ എന്നേ ചോദിച്ചുള്ളൂ. അപ്പോഴാണ് മുൻ DGPയുടെ കമൻറ്റ്, നിൻ്റെ തന്തപ്പൊട്ടൻ. പിന്നെ ഒട്ടും മടിച്ചില്ല, ദേ വാരി വലിച്ച് അങ്ങ് കൊടുത്തു സെൻകുമാറിന്. അതേടാ, എൻ്റെ തന്ത പൊട്ടനാ. പുള്ളിക്കൊരു മൂത്ത മകനുണ്ടെന്നും കേട്ടു. പണ്ട് പുള്ളി നിൻ്റെ തറവാട്ടിൽ വന്നിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അത് നീ ആയിരിക്കുമെന്നൊരു ചെറിയ സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അന്ന് നീ വലിയ DGP അല്ലായിരുന്നോ? ഇപ്പോൾ ഉറപ്പായി. വല്ല കാര്യമുണ്ടോ? ഇത് ചോദിച്ചു വാങ്ങുകയല്ലേ? അയാളെപ്പോലെയുള്ള ഒരാളിന് അത്ര തരം താഴേണ്ട കാര്യമുണ്ടോ?
ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ, അതായത് മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ അടിയിൽ ആരെല്ലാം വന്ന് എഴുതുന്നു, അതിന് മറുപടി പറയുമ്പോൾ നേരിട്ടൊരാളിനോട്, തന്തയ്ക്ക് വിളിച്ച ഒരാളിനോട് തിരിച്ച് തന്തയ്ക്ക് പറയാം. ഇത് അങ്ങനെയാണോ എന്ന് ചോദിച്ച ഒരാളിനോട് ഒരു IPS-കാരൻ്റെ മറുപടിയാണ് നിൻ്റെ തന്തപ്പൊട്ടൻ. അപ്പം തന്ത എങ്ങനെയായി എന്നുള്ളതിൻ്റെ ഒരു വഴി ഈ സന്തോഷ് മുണ്ടക്കയം എന്ന് പറയുന്ന ആൾ ഒരു IPS-കാരന്, മുൻ IPS-കാരന് പറഞ്ഞു കൊടുക്കുക. എന്താ ചെയ്യുക? തലയിലെഴുത്ത്. സംഗതി സദ്യ കഴിഞ്ഞ് രസം കുടിക്കുന്നത് പോലെ വാരി കുടിക്കാനല്ലേ ഒക്കുള്ളൂ. ഇത് കിട്ടിയതിന് ശേഷം പുള്ളി ഡിലീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് ഡിലീറ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, പോസ്റ്റൊക്കെ. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ നിമിഷങ്ങൾക്കകം കേരളം ഇങ്ങനെ പുള്ളിക്ക് നൽകുന്ന ആദരവുകൾ എന്താണെന്നറിയാൻ കാത്തിരിക്കുന്നത് കൊണ്ട് ഈ സംഗതി ഇങ്ങ് പുറത്തു വന്നു. പാവം മനുഷ്യൻ്റെ ഒരു അവസ്ഥയെ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ.